അയല കിട്ടാൻ തുടങ്ങിയപ്പോൾ എന്നും അയല തന്നെയാണ് കിട്ടുന്നത്. മങ്കടയൊക്കെ മീൻകാരൻ്റെ കയ്യിലുണ്ടെങ്കിലും എല്ലാ മീനൊന്നും ഇവിടെ കൂട്ടാത്തത് കൊണ്ട് അതൊന്നും മേടിക്കാറില്ല. ഇതുപോലെയായിരുന്നു മത്തി കിട്ടിയിരുന്ന സമയത്ത് മത്തി തന്നെയായിരുന്നു ഇന്ന്. ലാസ്റ്റ് മത്തിയൊന്നും വേണ്ട എന്ന് തോന്നിയതുപോലാണ് ഇപ്പോൾ അയലയുടെ അവസ്ഥയും. ഇന്ന് അയല മാങ്ങയിട്ട് വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങ് വെക്കുകയാണ്. പിന്നെ ഓണക്കാലമൊക്കെ ആയതുകൊണ്ട് ക്ലീനിങ് ഒക്കെ എപ്പോഴും ക്ലീനിങ് ആണ്. പക്ഷെ ക്ലീൻ ചെയ്തിട്ടൊന്നും കാണാൻ മാത്രം ഒന്നുമില്ല കേട്ടോ. അടുക്കള ജോലിയൊന്നും ഒരു ജോലിയേ അല്ല. അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങും തൂക്കലും വാരലും തുണി കഴുകലും തുണിമടക്കലും അതൊക്കെയാണ് വലിയ വലിയ ജോലിയായിട്ട് തോന്നുന്നത്. അതൊക്കെ ചെയ്താലും തീരത്തുമില്ല. പിന്നെയും ദിവസവും ചെയ്യാനുണ്ട് താനും. ഇന്ന് നമ്മൾ വെച്ചിരിക്കുന്ന മറ്റൊരു കൂട്ടാൻ എന്ന് പറയുന്നത് സാമ്പാറാണേ. അത് രാവിലത്തെ ഇഡലിയുടെ സാമ്പാറാണ്. എങ്കിലും നമ്മളത് ഉച്ചയ്ക്ക് കൂട്ടിക്കോളും. അപ്പം നമ്മുടെ അയലക്കൂട്ടാനൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി വരുവാണേ. ഇപ്പോൾ അയലയെല്ലാം തിളച്ചു, കറിവേപ്പിലയൊക്കെ ഇട്ടു, നല്ല ടേസ്റ്റി അയലക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് ചൂട് ചോറിന് നല്ല സാമ്പാറും അയലക്കൂട്ടാനും കൂടെ കഴിക്കാൻ നല്ലൊരു രുചിയാണേ. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടൊക്കെ വരാം. ഗ്യാസ് കയറി എവിടെയും കിടന്നില്ലെങ്കിൽ പിന്നെയും കാണാം.